പത്തനംതിട്ട നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വെള്ളം കയറിയെങ്കിലും പ്രളയസമാനമായ സാഹചര്യം ഇതുവരെയില്ല. അച്ചൻകോവിലാറിൽ ക്രമാതീതമായി ജലനിരപ്പ് ഉയരാത്തത് ആശ്വാസത്തിന് വക നൽകുന്നു. പത്തനംതിട്ടയിൽ നിന്നും വി വിനോദിന്റെ റിപ്പോർട്ട് കാണാം. പത്തനംതിട്ട ടൗണിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയത്തിൻ്റെ കാഴ്ചയാണിത്. ഇത് നഗരത്തിലെ സ്റ്റേഡിയമാണ്. 2 ദിവസമായി വെള്ളം കയറുകയായിരുന്നു. ദൂരെ കാണുന്നത് ഗോൾ പോസ്റ്റാണ്. ഏതാണ്ട് അതിൻ്റെ പകുതി വരെ വെള്ളമുണ്ട്. പക്ഷേ ആശ്വാസത്തിന് വക നൽകുന്ന കാര്യം മഴ മാറി നിൽക്കുന്നു. നമുക്ക് ഈ താഴെ വരാം. ഈ വെള്ളത്തിൻ്റെ ഒരു പാട് കാണുന്നുണ്ട്. നേരത്തെ ഇത്രയും വെള്ളം കയറി നിന്നതാണ്. അത് ഇറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. ഏതാണ്ട് ഒരടിയോളം വെള്ളം ഇപ്പോൾ ഒഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ എങ്കിൽ തന്നെയും ഒഴുക്ക് വേഗത്തിലല്ല. പമ്പയാറിൽ നേരത്തെ തന്നെ കക്കി ഡാം തുറന്നു. അതുകൊണ്ട് തന്നെ പമ്പയാറിൻ്റെ ജലനിരപ്പ് ഉയരുമോ എന്നൊരു ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ ആ തരത്തിലുള്ളൊരു ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല എന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം പറയുന്നത്. തീരദേശത്തുള്ള അല്ലെങ്കിൽ തീരത്തുള്ള ആറിന് തീരത്തുള്ള ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ഏതാണ്ട് 2000-ഓളം പേരെയാണ് മാറ്റിപ്പാർപ്പിച്ചത്. 600-ഓളം കുടുംബങ്ങളിലായാണ് ഇത്രയും ആളുകളുള്ളത്. 80 ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. നമുക്ക് ഇത് അച്ചൻകോവിലാറിൽ നിന്ന് കയറുന്ന വെള്ളമാണ് ഈ ഗ്രൗണ്ടിലേക്ക് കയറിയിട്ടുള്ളത്. ഇവിടുത്തെ പ്രദേശവാസികളുണ്ട്. നേരത്തെ 2 പ്രളയം കണ്ടവരാണ്. കഴിഞ്ഞ തവണത്തെ അത്ര വെള്ളം കയറിയിട്ടുണ്ടോ ഇത്തവണ? ഈ പ്രാവശ്യം വെള്ളം കയറിയിട്ടില്ല. കഴിഞ്ഞ തവണ ഈ റോഡ് ക്രോസ് ചെയ്തായിരുന്നു. ഇപ്പോൾ വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ടോ? കുറച്ച് വീടുകളിൽ കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അഴൂർ ഭാഗത്ത് നേരത്തെ ഉണ്ടായിരുന്ന അത്രയും അത്രയും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കുറച്ച് കുറവാണ്. പക്ഷേ ഇനിയും മഴ പെയ്യുവാണെങ്കിൽ വെള്ളം കൂടിയാലുള്ള ഒരു പ്രശ്നം മാത്രമേ നമുക്ക് പറയാവുള്ളൂ. ഈ അടുത്ത 2 ദിവസം ചിലപ്പോൾ മഴ ഉണ്ടാകും എന്നുള്ളൊരു കാലാവസ്ഥ മുന്നറിയിപ്പുണ്ട്. അപ്പോൾ ജനങ്ങൾ ഇവിടെ നിന്ന് മാറി താമസിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടോ? തീർച്ചയായിട്ടും ഡാമുകൾ തുറന്നു വിട്ടാൽ ഇവിടുത്തെ വെള്ളം ഒഴിപ്പോനുള്ള അവസരങ്ങൾ കുറയും. അപ്പോൾ ഇവിടെ വെള്ളങ്ങൾ കെട്ടി നിൽക്കും. അത് കാരണം പിന്നെ ഇവിടുത്തെ വീടുകളിൽ വെള്ളം കയറും. അത് ഉറപ്പാണ്. അങ്ങനെയാണ് ഇവിടുത്തെ കെട്ടി നിൽക്കുന്ന വെള്ളത്തിനോട് കൂടുതൽ വെള്ളം വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വെള്ളപ്പൊക്കം കൂടുകയും ചെയ്യും. കൂടുതൽ വീടുകളിലേക്ക് വെള്ളം കയറുകയും ചെയ്യും. വീടുകൾ ഒഴിയേണ്ട അവസ്ഥ, ക്യാമ്പ് വേണ്ടിയ ഒരു അവസ്ഥയാവേണ്ടി വരും. ഇപ്പോൾ കാര്യമായ നാശനഷ്ടം ഇതുവരെയുള്ള നാശനഷ്ടം കഴിഞ്ഞ വർഷത്തിൻ്റെ അത്ര ഇല്ല. ഭാഗ്യമായിട്ടും കുറേ വീടുകൾ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണാൻ കഴിഞ്ഞത്. വലഞ്ചൂഴി ഭാഗത്താണ് ഏറ്റവും കൂടുതലുള്ളത്, തീരത്തോട് അടുത്ത് കിടക്കുന്നത്. അപ്പം വെള്ളം ഇനിയും കൂടിയാൽ നാളത്തെ 2 ദിവസം ബുധനാഴ്ച മഴ പെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഭാഗ്യമായ വീടുകളും വെള്ളം കയറും. പമ്പയിൽ നിന്ന് തുറന്നുവിട്ട വെള്ളം ഇപ്പോൾ ത്രിവേണി കഴിഞ്ഞിരിക്കുന്നു. നേരത്തെ തന്നെ ഏതാണ്ട് 1 മണിക്കൂറാകുന്നു അവിടെ പിന്നിട്ട്. വൈകിട്ടോടുകൂടി റാന്നി ഉൾപ്പെടെയുള്ള മേഖലകളിലേക്ക് എത്തുമെന്നാണ് കരുതുന്നത്. അവിടെ മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. തീർത്തും അപകടകരമായ സ്ഥിതിയിൽ താമസിക്കുന്ന വീടുകളിലുള്ളവരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. കാര്യമായ നാശനഷ്ടം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് വിലയിരുത്തൽ. മഴ മാറി നിൽക്കുന്നത് വലിയൊരു ആശ്വാസമാണ്.